ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു പനക്കൽ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ കേരള സിലബസ് സ്റ്റാൻഡേർഡ് 9th ഹിന്ദി ഇക്കായ് 2 അഥവാ യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ ഘർ എന്ന് പറയുന്ന ആ ചാപ്റ്ററാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇക്കായ് 2 എല്ലാ ചാപ്റ്ററുകളെയും ഹരിയാലിക്ക് ചാഹുമേം എന്ന തലക്കെട്ടോടു കൂടിയാണ് അറിയപ്പെടുന്നത്. അഥവാ പച്ചപ്പിന്റെ തണലിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ആ വിശദമായ ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഒരു പ്രത്യേകത പറയാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, കയ്യിൽ ഒരു പെൻസിൽ കരുതുക. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് ഒരു ക്ലാസ് റൂമിൽ അധ്യാപകന്റെ മുൻപിൽ ഇരുന്ന് പഠിക്കുന്ന അതേ ഫീല് ഉളവാക്കുന്നതാണ്. ഓരോ സെന്റൻസ് പറയുമ്പോഴും അതിലെ ഓരോ വേർഡുകളും മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സെന്റൻസിന്റെ മുഴുവൻ മീനിങ്ങും മലയാളത്തിൽ പറയുന്നത്. അറിയാൻ വയ്യാത്ത വേർഡിന്റെ അടിയിൽ വരയ്ക്കുകയും മുകളിൽ മലയാളത്തിൽ അതിന്റെ അർത്ഥം എഴുതിയെടുക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് കയ്യിൽ ഇതുപോലെ പെൻസിലോ ഒരു പേനയോ കരുതുക എന്ന് പറഞ്ഞത്. നമ്മുടെ ഹിന്ദി ചേംബറിലുള്ള ഏത് ക്ലാസ് നിങ്ങൾ കേട്ടാലും നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയും ഹിന്ദിക്ക് മുഴുവൻ മാർക്കും വാങ്ങാനായിട്ട് നിങ്ങളെ ഉപകരിക്കും എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക, പേജ് നമ്പർ 25 എടുക്കുക. ഇക്കായ് 2 ഹരിയാലിക്ക് ചാഹുമേം അഥവാ പച്ചപ്പിന്റെ തണലിൽ. ആ പേജിൽ തന്നെ പുഷ്പ മെഹ്റയുടെ ഒരു ചെറിയ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. സൂര്യകിരണേം ഹസ് ഹസ് സജാത്തീം ധരാക്കി വേണി എന്ന് കൊടുത്തിട്ടുണ്ട്. സൂര്യകിരണേം സൂര്യന്റെ കിരണങ്ങൾ, ഹസ് ഹസ് സജാത്തിഹേ ചിരിച്ചുകൊണ്ട് അലങ്കരിക്കുന്നു, ധരാക്കി വേണി വേണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം മുഖം എന്നാണ്. ധരാക്കി വേണി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുഖത്തെ, അതായത് അതിന്റെ മീനിങ് പറഞ്ഞാൽ സൂര്യരശ്മികൾ ഭൂമിയുടെ മുഖത്തെ പുഞ്ചിരിയോടെ അലങ്കരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കഥയാണ്, കഹാനിയാണ്. ഘർ എന്നാണ് ആ കഥയുടെ പേര്. അത് എഴുതിയിരിക്കുന്നത് പ്രഭാത് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു കഥാകൃത്താണ്. പ്രഭാത് രാജസ്ഥാനിലാണ് ജനിച്ചത്. അദ്ദേഹം കവിയുമാണ്, കഥാകൃത്തും കൂടിയാണ്. പാനിയോം കി ഗാഡിയോമേം, ചൂൽത്താ രഹാ ജാത്താ രഹാ ആദി ഉൻകി പ്രമുഖ രചനായ. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ 2 രചനകളാണ് പാനിയോം കി ഗാഡിയോമേം, ചൂൽത്താ രഹാ ജാത്താ രഹാ എന്ന് പറയുന്ന 2 വളരെ പ്രസിദ്ധമായ രചനകളുണ്ട്. AD 1972 ജൂലൈ 10 അദ്ദേഹം രാജസ്ഥാനിൽ ജനിച്ചത്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ രചനകൾ വളരെ പ്രസിദ്ധമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഘർ, വീട് എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണ്? വീട്ടിൽ നമ്മൾ ഉടനെ ചാടിക്കേറി പറയും വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ അപ്പൂപ്പനുണ്ട്, അമ്മുമ്മയുണ്ട്, പേരക്കുട്ടികളുണ്ട് എന്നെല്ലാം നമ്മളിങ്ങനെ പറയും. പക്ഷേ ഇവിടെ നമ്മുടെ പ്രഭാത് പറയുന്നത് ഒരു വീട്ടിൽ താമസിക്കുന്നത് പല്ലികളുണ്ട്, പാറ്റകളുണ്ട്, എലികളുണ്ട്, അങ്ങനെയുള്ള മറ്റു ജീവികളും ഒക്കെ ജീവിക്കുന്നത്, എല്ലാം ചിലന്തികളും ഒക്കെ ജീവിക്കുന്നത് ഒരു വീടിനെ ആശ്രയിച്ചാണ് എന്ന് നമ്മുടെ കഥാകൃത്ത് പ്രഭാത് ഇതിലൂടെ പറയുകയാണ്.
നമുക്ക് നോക്കാം, വളരെ വിശദമായിട്ട് ഇത് നോക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് വിശദമായി തുടങ്ങാം. ഈ ഘർ എന്ന് പറയുന്ന കഥ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കഥയാണ്. 2-3 പേജുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് 2 സെക്ഷനായിട്ട് 2 പാർട്ടായിട്ട് ആണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് 26ഉം 27ഉം പേജുകൾ നമുക്ക് പാർട്ട് 1 ആയിട്ടും 28ഉം 29ഉം പേജുകൾ നമുക്ക് പാർട്ട് 2 ആയിട്ടും അപ്ലോഡ് ചെയ്യാം. 28, 29, 30 പേജുകൾ നമുക്ക് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കണം, കയ്യിൽ പെൻസിലും കരുതണം. കലി ജോ ഖിൽത്തി നഹീം ആജ് ഖിലി ഖിലി സീധി. ഇവിടെ പ്രഭാത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ചിപ്കലി ജോ ഖിൽത്തി നഹീം. ആദ്യ കാലഘട്ടത്തിൽ അത് വളരെ അസന്തുഷ്ടനായിരുന്നു. ചിപ്കലി ഒട്ടും സന്തോഷമില്ലാത്തവനായിരുന്നു. പക്ഷെ ആജ് ഖിലി ഖിലി സീധി, എന്നാൽ ഇന്ന് വളരെ സന്തുഷ്ടനായിരിക്കുന്നു. ഗിർഗിറ്റ് ने उसे सड़क पार कर आते देखा तो मुस्कुराया. ഗിർഗിഡ് എന്ന് പറഞ്ഞാൽ ഓന്താണ്. ഓന്ത് ഉസെ സടക്ക് പാർ കർ ആത്തെ ദേഖ. റോഡ് കടന്നു വരുന്ന കണ്ടിട്ട് തോ മുസ്കുരായ, എന്നിട്ട് പുഞ്ചിരിച്ചു. മുസ്കുരായ പുഞ്ചിരിച്ചു. സടക്ക് എന്ന് പറഞ്ഞാൽ റോഡ് എന്നാണ്. മുസ്കുരായ പുഞ്ചിരിച്ചു. ഹലോ ഹലോ. ചിപ്കലിനെ കഹ, ചിപ്കലി പറഞ്ഞു ഹലോ. തും, അപ്പൊ പല്ലി പറഞ്ഞു. ഓന്ത് ആദ്യമേ ഹലോ എന്ന് വെച്ചു, ചിരിച്ചുകൊണ്ട് ഹലോ എന്ന് വെച്ചു. അപ്പോൾ പല്ലിയും പറഞ്ഞു ആ ഹലോ. ചിപ്കലി പറഞ്ഞു തും യഹാ ഗിർഗിട്ട് കാ ഗലാ ഫൂൽക്കർ പിച്ക. ഗലാ ഫൂൽക്കർ പിച്ക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗല, അവന്റെ തൊണ്ട ചുരുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, നീ ഇവിടെ? ഓന്ത് ചോദിച്ചു. തും യഹാം സേ ക്യാ മതലബ് ഹേ തുമാരാ. നിങ്ങൾ ഇവിടെ എന്ന് ചോദിച്ചതിന് എന്താ ഉദ്ദേശം? ചിപ്കലി ബോലി. നീ അങ്ങനെ ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? दीवार पर रहने वाली को सड़क पर देखकर इतना तो पूछा ही जा सकता है. गिरगिट ने रंग बदलते हुए कहा. ഉടനെ ഗിർഗിഡ് എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഓന്ത് തന്റെ നിറം മാറ്റിക്കൊണ്ട് ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയെ കഹ, തന്റെ നിറം മാറ്റിയിട്ട് പറഞ്ഞു, ദീവാർ പർ രഹ്നെ വാലിക്കോ. എപ്പോഴും ഭിത്തിയിലിരിക്കുന്ന നമ്മൾ തന്നെ എപ്പോഴും ചിപ്കലിയെ കാണുന്നത്, പല്ലിയെ കാണുന്നത് എപ്പോഴും ഭിത്തിയിലാണ്. അപ്പോൾ എപ്പോഴും ഭിത്തിയിലിരിക്കുന്ന നീ ഇത്തനാത്തോ കുച്ച് ഹി ജാ സക്താ ഹേ സടക്ക് പർ ദേഖക, റോഡിൽ നിന്നെ കണ്ടപ്പോൾ ഇപ്പോ ഇങ്ങനെ അല്ലാതെ എന്താണ് ചോദിക്കാൻ പറ്റുക? മേ ആജ് ഘർ ബദൽ രഹി ഹും. ചിപ്കലിനെ മുസ്കുരാത്തെ ഹുയെ കഹ. ചിപ്കലി പുഞ്ചിരിച്ചുകൊണ്ട്, പല്ലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഞാൻ വീട് മാറുകയാണ്. ചിപ്കലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തും ശ്രീമാൻ ഫർഹാദ് കോ तो जरूर जानते होगे. നിനക്ക് ശ്രീമാൻ ഫർഹാദിനെ തീർച്ചയായും അറിയാവുന്നതാണോ? ഹാ ഹാ. പഹലെ ജബ് ഭീ ഹം മിലെ थे तुमने उनका जिक्र किया है. क्या हुआ उन्हें? गिरगिट ने गिरगिट्टी आवाज में कहा. നിനക്ക് ശ്രീമാൻ ഫർഹാദിനെ അറിയാമോ? പല്ലി ചോദിച്ചു. ഹാ ഹാ. പഹലെ ജബ് ഭീ ഹം മിലേ, ആദ്യം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. തുമ്നെ ഉൻക ജിക്ർ കിയാ ഹെ. നീ ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ട്? ക്യാ ഹുവാ ഉനേ? गिरगिट ने गिरगिटी आवाज में कहा. എന്തു പറ്റി അങ്ങേർക്ക്? ഓന്തിന്റെ ഭാഷയിൽ ചോദിച്ചു. ഹുവാ കുച്ച് നഹി ബുദ്ധു. ഒന്നും സംഭവിച്ചില്ലടാ വിഡ്ഢി. വേ ജിസ് കിരായി കമരെ മേ രഹത്തെ थे
അദ്ദേഹം ഏത് വാടക വീട്ടിലാണോ താമസിച്ചിരുന്നത്, അബ് നഹി രഹത്തെ, ഇപ്പോൾ അവിടെ താമസിക്കുന്നില്ല. പുനേ അപ്പനാനയ ഘർ ബനാലിയാ ഹെ, അദ്ദേഹം പുതുതായിട്ടൊരു വീട് വച്ചിട്ടുണ്ട്. ചിപ്കലിനെ കഹ, അങ്ങനെ ചിപ്കലി പറഞ്ഞു. തോ തുമേം ഇസ്സെ ക്യാ, അതിൽ നിനക്കെന്താ? ഗിർഗിട്ട്, ഗിർഗിട്ടിയായ, ഓന്തിന്റെ സ്വരത്തിൽ പറഞ്ഞു. അല്ല, അതിന് നിനക്കിപ്പോ എന്താ? അദ്ദേഹം ഇപ്പൊ വീട് മാറി, അദ്ദേഹം വീട് പുതിയത് വച്ചു, ഓക്കെ, അതിൽ നിനക്ക് എന്താണ് വിശേഷം? മേരാ ജീന ദുഭർഗ് ഹോ ഗയാ ഹേ ഔർ തും കഹ് രഹേ ഹോ തുമേ ഇസ്സെ ക്യാ, എന്റെ ജീവിതം വളരെ അസഹ്യമായി കഴിഞ്ഞിരിക്കുന്നു, നീ ചോദിക്കുന്നു നിനക്ക് എന്തു പറ്റിയെന്ന്. തും കഭി രഹേ ഹോത്തെ ഉൻകെ സാത്ത് ഉസ് കിരായെ കെ കമരേ മേ, നീ ഒരിക്കലെങ്കിലും പുള്ളിയുടെ വാടക വീട്ടിൽ പുള്ളിയോടൊപ്പം താമസിച്ചിട്ടുണ്ടോ? കമരേമേൻ തോ കുച്ച് സമച്ചു പാത്തി, അങ്ങനെ നിനക്ക് പുള്ളിയോടൊപ്പം താമസിച്ചിരുന്നു എങ്കിൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കിത്തനെ സലീക്കേസെ രഹിത്തെ ഥേ ഖം, എത്ര അന്തസ്സോടുകൂടിയാണ് ഞങ്ങള് പുള്ളിയോടൊപ്പം താമസിച്ചിരുന്നത്. ഉൻകെ പാസ് കിതാബോं की बड़ी बड़ी अलमारियां थी, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒത്തിരി പുസ്തകങ്ങളുടെ വലിയ വലിയ അലമാരികൾ ഉണ്ടായിരുന്നു. വേ കിതാബോं के आगे रहते थे, मैं किताबों के पीछे, അദ്ദേഹം പുസ്തകങ്ങളുടെ മുൻപിൽ ഇരുന്ന് ജീവിച്ചു, ഞാൻ പുസ്തകങ്ങളുടെ പിന്നിലായി ജീവിച്ചു. मैं कितनी ही बार उनसे कपड़ों की गली में मिली, मैं कितनी ही बार उनसे, ഞാൻ അദ്ദേഹവുമായിട്ട് എത്ര തവണ വസ്ത്രങ്ങളുടെ ഇടയിൽ തെരുവിൽ കണ്ടിരിക്കുന്നു. ബർത്തനോं की गली में मिली, പാത്രങ്ങളുടെ തെരുവിൽ കണ്ടിരിക്കുന്നു. ദരാജ് മാർക്കറ്റ് में मिली, വലിയ മാർക്കറ്റിൽ കണ്ടിരിക്കുന്നു. ഡസ്റ്റ്ബിൻ में मिली, ഡസ്റ്റ്ബിന്നിൽ കണ്ടിട്ടുണ്ട്. ചാടു കെ നീച്ചെ മിലി, ചാടുവിന്റെ അടിയിലും കണ്ടിട്ടുണ്ട്. അഥവാ ചാടു എന്ന് പറഞ്ഞാൽ ചൂൽ, ചൂലിന്റെ അടിയിലും കണ്ടിട്ടുണ്ട്. ഹമേശ മുസ്കുരായേ, എപ്പോഴും പുഞ്ചിരിക്കും. മേരാ തജുർബ കഹത്താ ഹേ, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ. छिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वे नहीं, ചിപ്കലിമാരുടെ പല്ലികളുടെ പിന്നാലെ ചൂലും കൊണ്ടുപോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ പുള്ളിയെ പെടുത്താൻ പറ്റില്ല. ഹോത്തേ ഹേ കുച്ച് ലോഗ് ഗിർഗിഡിനെ ഉപാസി ലേത്തെ ഹുയെ കഹ, കോട്ടുവായിട്ടുകൊണ്ട് ഓന്ത് പറഞ്ഞു, അങ്ങനെയും കുറെ ആളുകൾ ഉണ്ടായിരിക്കും. उनसे पहले में श्रीमती शांति दास के साथ कुछ दिन रहती थी, അതിനുശേഷം ഉൻസെ പഹലെ എന്നാണ്, അതിനു മുൻപ് ശ്രീമതി ശാന്തിദാസിനോടൊപ്പം കുറച്ച് ദിവസം ഞാൻ ചിലവഴിച്ചു. പൂരി അശാന്തിദാസ് ദീവേ, അവരാവട്ടെ ശാന്തിദാസ് അല്ല, കംപ്ലീറ്റ്ലി അശാന്തിദാസ് ആയിരുന്നു. മുझे देखते ही चिल्लाती थी, എന്നെ കാണുമ്പോഴേ കിടന്ന് ഉറക്കെ വിളിച്ചു പറയൂ എന്ന് പറഞ്ഞു വെക്കും, സൗണ്ട് ഉണ്ടാക്കും. ആ സ്ത്രീ ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദമാണ് അവിടെ ഊ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഖിഗ്ഗി ബന്ധ് ജാതി ദി ഉൻകി, ഖിഗ്ഗി ബഞ്ച് ജാതി ദി, അവരുടെ ശബ്ദം നിലച്ചു പോയിരുന്നു അങ്ങനെ വെച്ചിട്ട്. അവസാനം കഹത്തി ദി പറഞ്ഞു, സുശാന്തോ ജൽദി ആവോ ഇसे ഭഗാവോ, വേഗം വരൂ ഇതിനെ ഓടിച്ച് എന്ന് സുശാന്തോയിന് വിളിച്ച് പറയും. മേ ഉൻകെ സാത്ത് ഏക് സപ്താഹ് നഹീം ടിക് സക്തി, എനിക്ക് ഒരാഴ്ച പോലും അവരോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ല. पर कहते हैं ना, जो वास्तव में भला होता है उसे भले लोग जरूर मिलते हैं, എന്നാൽ പറയാമല്ലോ, വാസ്തവത്തിൽ നല്ലത് ചെയ്താൽ നല്ല ആളുകൾ ആയിട്ട് നമുക്ക് തീർച്ചയായും കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഫലസ്വരൂപമേറി ജിന്ദഗിമേം ശ്രീമാൻ ഫർഹാദ് ആഹിഗെ, തൽഫലമായിട്ട് എനിക്ക് ഫർഹാദുമായിട്ട് കൂടിക്കാണുവാനുള്ള അവസരമുണ്ടായി.
कहते हुए छिपकली के चेहरे पर वैसी ही असीम शांति थी. ഇങ്ങനെ പറയുമ്പോൾ ഷിപ്കലിയുടെ മുഖത്ത് ഒരു വലിയ ശാന്തി, സമാധാനം പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തുപോലെ? കവി നമ്മുടെ കഥാകൃത്ത് പറയുകയാണ്, സംഗമർമർ കി മൂർത്തിയോമേം ഹോത്തി ഹേ, മാർബിൾ പ്രതിമയുടെ മുഖത്ത് കാണുന്ന പോലുള്ള ഒരു സമാധാനം പല്ലിയുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. ഓ ചിപ്പു, मैं तुम्हारा दर्द समझ सकता हूं. कितनी दफा मैं खुद ऐसे अनुभव से गुजरा हूं, गिरगिट ने कहा. उടനെ ഗിർഗിഡ് പറഞ്ഞു, ഓ ചിപ്പു. ചിപ്പു എന്ന് പറഞ്ഞാൽ ഓ ചിപ്കലി, സ്നേഹം കൊണ്ട് തീർത്ത് വിളിക്കാത്തതാണത്. ഓ ചിപ്പു, मैं तुम्हारा दर्द समझ सकता हूं. എനിക്ക് നിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കിത്തനി ദഫ മൈ ഖുദ് ഐസെ അനുഭവ സേ ഗുസരാ ഹും. എത്ര തവണ, ദഫ തവണ, എത്ര തവണ ഇതേപോലുള്ള വേദനകൾ അനുഭവിച്ച് ഞാൻ കടന്നുപോയിരിക്കുന്നു. ഗുസരാഹും, കടന്നിരിക്കുന്നു എന്ന് ഗിർഗിഡ് പറഞ്ഞു. സോ അബ് മേര ഇരാദ ശ്രീമാൻ ഫർഹാദ് के घर में ही बचा कुचा जीवन गुजारने का है. छिपकली ने एक ही वाक्य में बातचीत समाप्त करते हुए कहा. ഒറ്റ വാക്കിൽ छिपकली പറഞ്ഞു, അതുകൊണ്ട് അബ് മേര ഇരാദ, ഇനി എന്റെ ലക്ഷ്യം, ശ്രീമാൻ ഫർഹാദ് के घर में ही बचा कुचा जीवन गुजारने का है, അവശേഷിച്ച ജീവിതം ഇനി ശ്രീമാൻ ഫർഹാദിന്റെ വീട്ടിൽ കഴിച്ചുകൂട്ടാമെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ छिपकली ഒറ്റ വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. സമാപ്ത് കർത്തേ ഹുയെ കഹ, പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പറഞ്ഞു. വിചാർ അച്ചാഹേ ഗിർഗിഡ് ബോല, നിന്റെ ചിന്ത നല്ലത് തന്നെ, ഓന്തു പറഞ്ഞു. അച്ചാഹേന, നല്ലതാണോ? വക്ത് മിലേത്തോ ആന കഭി, അതെ നല്ലത് തന്നെ, സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരണം. കഹത്തെ ഹുയെ छिपकली ആകെ ബടുകയും, അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരണേ എന്ന് छिपकली ഓന്തിനെ ക്ഷണിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ അയാളുടെ വീട്ടിലേക്ക് കയറിപ്പോയി. ജരൂർ ജരൂർ മുझे तुमसे मिलने आना अच्छा ही लगेगा. തീർച്ചയായിട്ടും നിന്നെ കാണാൻ ഞാൻ വരുന്നത് എനിക്ക് നന്നായിരിക്കും. ഹാത്ത് ഹിലാത്തെ ഹുയെ ഗിർഗിഡ് छिपकली को जाते देखता रहा. കൈ ആട്ടിക്കൊണ്ട് छिपकली പോകുന്നത് നോക്കി ഗിർഗിഡ് കുറച്ചു നേരം അവിടെ നിന്നു. छिपकली नीम सराय के मकान नंबर 205 के गेट पर पहुंची. छिपकली नीम सराय के मकान नंबर, ആ നീം സരായക്ക് കെട്ടിടത്തിന്റെ നമ്പർ 205 ഗേറ്റിൽ എത്തിച്ചേർന്നു. അവിടെ നീം സരായക്ക്, നീം സരായ, സരായ് എന്ന് പറഞ്ഞാൽ സത്രം എന്നാണ്, സത്രം. നീം സരായ എന്ന ആ വീടിന്റെ 205 ഗേറ്റിൽ അവൻ എത്തിച്ചേർന്നു. ദീവാർ പർ ചടി, എന്നിട്ട് അവൻ ആ ഭിത്തിയിലേക്ക് കയറി. ഖർ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ലെങ്തി ആയതുകൊണ്ട് നമ്മൾ പേജ് നമ്പർ 27 വെച്ച് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് 28, 29, 30 ഒരുമിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കായിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അടുത്ത പാർട്ട് നമ്പർ 2 ആയിട്ട്, ഖറിന്റെ പാർട്ട് നമ്പർ 2 ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.